ജെർമി മരിയ പള്ളി പോകാൻ റെഡിയായാ? ഞാൻ ആ ടേബിളിൽ തൂക്കിയിട്ടിട്ടുണ്ട്. മരിയ ടേബിളിൽ തൂക്കിയിട്ടുണ്ട്. അത് ഇട്ടിട്ട് പള്ളിയിൽ പോയാ കേട്ടാ. ജയറോണെ, നീ കുർബാനയ്ക്ക് കൂടുണ്ടാ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ വൈറ്റ് ഷർട്ട് തന്നെ ഇട്ടാ മതി. എല്ലാരും റെഡിയായോ? പള്ളിയിൽ പോവാ. റെഡിയായി ഇറങ്ങാം. ജനിച്ചതിന് ശേഷം നമ്മൾ ഉച്ചരിക്കുന്ന ആദ്യത്തെ രണ്ടക്ഷരം അമ്മ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാല്ലേ അമ്മ എന്നുള്ളത്. ഇതേ ബ്യൂട്ടി അമ്മ എന്ന വ്യക്തിയിലുമുണ്ട്. സോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ അമ്മമാർ. ഇങ്ങനൊരു അമ്മയുടെ കുടുംബത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇതൊരു വലിയ കുടുംബമാണ്. അപ്പനും അമ്മയും 6 മക്കളും അടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി. ഇവരുടെ ഫാമിലിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അപ്പനും അമ്മയും ജോലിക്കാരാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ദിവസം ഇവരുടെ ഫാമിലി പോകുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ ഫാമിലിയിൽ നടക്കുന്നത്, നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ചെയ്യണ്ടേന്നാ? തക്കാളി എടുത്തിട്ട് ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റിനാണോ? അപ്പോൾ നിങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോണ മുന്നാണോ ശേഷമാണോ ഇതൊക്കെ പരത്തിയൊക്കെ വെക്കാം? രാവിലെ ഒരു 5 ചെയ്തോ രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കും. അല്ലെങ്കിൽ രാവിലത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അത് റെഡിയാക്കും. പിന്നെ ചോറും വെച്ചിട്ട് കറിക്കുള്ളത് ചിലപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അരിഞ്ഞു വെച്ചിട്ട് പോവും. ഇവിടെ എത്ര പേരുണ്ട് മൊത്തം? 6 പേര് മക്കളുണ്ട്. അച്ഛനും അമ്മച്ചിയുണ്ട് 2 പേര്. പിന്നെ ചേച്ചിയും ചേട്ടനും. അപ്പൊ മൊത്തം 10 പേര്. പിന്നെ ചേച്ചിക്ക് ജോലിക്ക് പോകണ്ടേ? അതെ അതെ. അപ്പൊ ഈ ഒരു കുഞ്ഞു ടൈമിനുള്ളിൽ ഇത്രയും ഫുഡൊക്കെ എങ്ങനെ ഉണ്ടാക്കാം? രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും ഹെൽപ്പിനുണ്ടാവും. അപ്പൊ രാവിലെ തന്നെ ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാം റെഡിയാക്കിട്ടാ പോവാ. രാവിലെ 8:15 ആകുമ്പോഴത്തേക്കും സ്കൂളുള്ള ദിവസങ്ങളില് രാവിലെ 8:15 ആകുമ്പോഴേക്കും പിള്ളേർക്കും പോകണം. അപ്പൊ രാവിലെ പള്ളിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ രാവിലെ എന്നിട്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പോവുള്ളൂ. അപ്പൊ പോയി കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയാക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ എല്ലാം ഇപ്പൊ ക്ലീനിങ് ആയാലും ഫുഡ് ഉണ്ടാക്കലായാലും എല്ലാം ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്യാ? അല്ല എല്ലാം ഇവര് ഹെൽപ്പ് ഉണ്ട്. ആണോ? നിങ്ങൾ ഹെൽപ്പ് ചെയ്യോ? ആണോ? കണ്ടിട്ട് തോന്നണല്ലോ, വെറുതെ ആണല്ലോ. അമ്മ പറയാത്തോണ്ടാണ്. അത് ചപ്പാത്തി പരത്താൻ അവർക്ക് അറിയില്ല. ചൂടാറാവുമ്പത്തേക്ക് അവര് വരും. നിങ്ങളുടെ കുഞ്ഞെവിടെ? അനിയത്തി ജർത്രൂദ് എവിടെയാ? കളിക്കാം. ജയറസ് എവിടെയാ? അവനെയും വിളിക്ക്. 2 പേരും കൂടെ വേഗം ചെടി നനച്ച് നിർത്തി. ചുട്ടോ. വിളിച്ചിട്ട് നോക്കിട്ടാ. തന്നെത്താൻ ചുട്ടോളൂ. അവള് ചുട്ടോളൂ. അവര് ഒരു 4 പേര് വരെ ചപ്പാത്തി ചുടും. ഓരോരുത്തർക്ക് ഓരോന്ന് ചെയ്ത് ഓരോ ഭാഗങ്ങൾ ചെയ്ത് അവര് ആ ഭാഗത്തില് എക്സ്പേർട്ട് ആവും. ഇപ്പൊ മൂത്തോര് 2 പേരും വീട് ഫുള്ള് അടിച്ച് തുടക്കണതിന് എക്സ്പേർട്ടാണ്. പിന്നെ 3ാമത്തെയും 4ാമത്തെയും ഇവർ 2 പേരും അവരവരുടെ റൂം അടിച്ച് ക്ലീൻ ചെയ്തും. പിന്നെ തുണികള് വാഷിംഗ് മെഷീനിൽ തുണി എടുക്കുന്ന മുകളിൽ കൊണ്ടുവന്നിട്ട്
എന്ത് പറഞ്ഞാലും ചെയ്തോളൂ. ജിനോ എല്ലാത്തിലും ഇടപെടും. അപ്പൊ അവര് പുള്ളി ചെയ്യണ കണ്ട് ആ ഒരു അത് കാരണം പിള്ളേർക്ക് മടിയില്ല എല്ലാം ചെയ്യാന്. ജിനോയുടെ സംഭവം അറിയാമോ? ജഡ്ഡു എന്ത് ചെയ്യും? ജഡ്ഡു ജെറസോ നിനക്കൊന്ന് ട്യൂഷൻ ഉണ്ടോ? ഓക്കെ ഓക്കെ ചെറുത്തു ഓക്കെ കേട്ടോ. ട്യൂഷൻ ഉണ്ടോ ചെറുവാണേ നിനക്ക്? ഇന്ന് ട്യൂഷനില്ല? ഓക്കെ ഇന്ന് ട്യൂഷനില്ല. ഓക്കെ ചെറുമറിയ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞോ? ജത്തുമോള് ചെടി നനച്ചോ? ജത്തു ചെടി നനയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. അതെയാ ജത്തു ഒരു പാട്ട് പാടിയേ. ഇവിടെ നിന്നിട്ട് ഒരു പാട്ട് പാടി ഉറക്കെ കേക്കട്ടെ. ആ മിന്നാമിനിങ്ങിന്റെ പാട്ട് പാടാം. അത് ഏതാ പാടണേ? ഇത്തിരി പൊന്നെ മിന്നലെല്ലാം പൊന്നല്ല കണ്ണാ തുമ്പി കാച്ചന തുമ്പി കാതിൽ കേട്ടതും പാട്ടല്ല അന്നാരം ഇനി വന്നിരുമ്പോ തന്നീനമയ പൊന്നോല ഉത്തിരി പടം പച്ച വെച്ച കുവിക്ക് പൂവണ്ടേ മാനത്ത് ചെമ്പത പൂത്തില്ലേ മാവറ പാവിന്റെ പന്നില്ലേ വെള്ളച്ചന തിങ്ങുണ്ട് പുളിപ്പച്ചുന്റെ പാലുണ്ട് അച്ചാക്കിന്റെ മത്തരം മാത്തുണ്ട് വെച്ചാലും മാക്കില്ലാട്ടോ ചത്തുന്ന പപ്പിച്ചന പാക്കല ഈശോ മയ്യ നോക്കിയപ്പോ ഞാൻ അങ്ങി ചെയ്യിച്ചു ആ മക്കളെ രക്ഷിച്ചനെ. നിങ്ങക്ക് വിശക്കണല്ലേ? ഇല്ലേ? വിശക്കാത്തവർക്ക് ഫുഡ് വേണ്ട. അതെ കൈ കഴുകിയിട്ട് വന്നിരിക്കേ. എല്ലാവരും കൈ കഴുകിയിട്ട് വന്നിരിക്കേ. ജിനേടാ വാ കഴിക്കേ. ചേച്ചിക്ക് ഇപ്പൊ പോവാൻ ടൈം ആയില്ലേ? ആ ടൈം ആയി. 3 ഇട്ടാ. എപ്പോഴാ ഇവരുടെ ഒരു സ്റ്റഡി ടൈം? അവര് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കളിച്ചു കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ കരാട്ടെ ഉണ്ട്. അപ്പൊ കരാട്ട കഴിഞ്ഞ് വന്നിട്ട് ഇരുന്ന് പഠിച്ചോളും. എല്ലാവരും തന്നെ താൻ പഠിച്ചോളും. പിന്നെ പരീക്ഷയുടെ സമയങ്ങളാവുമ്പോ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുള്ളൂ. എടാ നീ എന്താ ചപ്പാത്തി എടുക്കാത്ത? ചേട്ടൻ എപ്പോ ഓഫീസിൽ എത്തണം? ഞാനൊരു 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. ഓഫീസ് ടൈം കോടതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ 11 മണിക്ക് കോടതി കയറും. 8:30 ഞാൻ അവിടെ നിന്ന് പോകും. ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങും. അപ്പൊ ഇന്നു രാവിലെ എല്ലാം കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റാറുണ്ടോ? അതെ കുഴപ്പമില്ല. എല്ലാം മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും രാവിലെ ക്ലിയർ ചെയ്ത് നേരത്തെ ഇറങ്ങാൻ പറ്റും. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടെയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വെക്കേഷൻ. നിങ്ങളിപ്പോ ഒരുമിച്ചാണോ ഡ്യൂട്ടിക്ക് പോവാ അതോ രണ്ടുപേരും സെപ്പറേറ്റ്? ചില ദിവസങ്ങൾ ഞാൻ ഒരുമിച്ച് പോവാറ്. വൈഫ് ഒരു 8 മണിയാകുമ്പോഴേക്കും പോകും. ഞാനൊരു 8:30 ആകുമ്പോഴേക്കും പോകും. ചില ദിവസം ഒരുമിച്ച് പോകും. അപ്പോൾ അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളെന്നാലും ഒരു 8-8 ആകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും പുറത്തു പോകും ജോലിയും പഠനമായിട്ട്. അപ്പൊ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവരാരും നോക്കും? കുഴപ്പമില്ല, അപ്പച്ചനും അമ്മച്ചും ഉണ്ട്. പിന്നെ അവരെല്ലാവരും പരസ്പരം കെയർ ചെയ്തോളും. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നല്ല ഡിസിപ്ലിനാണ് അവർക്ക്. എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും. നേരത്തെ വരണോട്ടാ. നേരത്തെ വരാം.
അതാണ് ഞാൻ നന്ദിതയെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നത്. ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഗ്യാപ്പിൽ പ്രസ് ചെയ്ത് സിങ്ക് ചെയ്യാൻ നോക്കി. അയ്യോ പറഞ്ഞു. റൂപ്സേ, ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഈ 2 പോയിന്റ് ഒഴികെ ബാക്കി ഇത്രയും പോയിന്റ് സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്തു. ചേച്ചി, അപ്പൊ എത്ര മണി വരെ ഓഫീസ് ടൈം ഒക്കെ? എല്ലാ ദിവസവും 6 മണി വരെയാണ്. അപ്പൊ ഇന്ന് നേരത്തെ എത്തിയതാണോ? ഇന്ന് നേരത്തെ എത്തിയപ്പോ നിങ്ങള് വന്ന് ഇതില് ഞാൻ നേരത്തെ പോകുന്നു. അപ്പം ഓഫീസിൽ നിന്ന് ഇപ്പൊ 6 മണിക്ക് എത്തിയാ പിന്നെന്താ ഇവിടുത്തെ പരിപാടികളൊക്കെ? 6 മണിക്ക് ഇനിയിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവര് ഇപ്പൊ കരാട്ടയ്ക്ക് പോകുന്നവരുണ്ട്. ആണോ? അപ്പൊ ആരൊക്കെ കരാട്ടയ്ക്ക് പോണേ? മൂത്ത 4 പേര് കരാട്ടയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ അവര് ഒരു 5:30 പോയി കഴിഞ്ഞാൽ 7 മണിയാവും എത്തുമ്പോ. ഞാൻ 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലും ഇവിടെ 7 മണിയാവും എത്തുമ്പോ. അപ്പൊ അവരെല്ലാം കഴിഞ്ഞ് എത്തിണ്ടാവും. കുളിച്ച് 8 മണിയാകുമ്പോ പ്രാർത്ഥന എത്തിക്കണം. അത് മസ്റ്റാണ്. കറക്റ്റ് 8 മണിക്ക് എത്തിക്കും. 8 മണി 8:30 എന്തായാലും പ്രാർത്ഥനയ്ക്ക് എത്തിക്കും. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കണം. ആരൊക്കെ കരാട്ടെ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്? അപ്പൊ നിങ്ങക്ക് 2 കത്ത ഒന്ന് കാണിക്കാൻ പറ്റുമോ കരാട്ടയില്? ഒന്ന് കാണിക്കാവോ? ചേച്ചി, അപ്പൊ ഇത്രയും പിള്ളേര്, ഇപ്പൊ 6 കുട്ടികളുണ്ട്. അപ്പോൾ കുറെ കുട്ടികൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം കുറെ കുട്ടികൾ ഉണ്ടാവും. അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇപ്പൊ ചേച്ചി പറഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ, കുറെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്കിപ്പോൾ ഒരു കുട്ടി തൊട്ട് ഉണ്ടായി 1 കുട്ടി 2 കുട്ടി അങ്ങനെ ആകുമ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്തിരിക്കുന്ന അവർ സ്വന്തമായിട്ട് തന്നെ എല്ലാം റെസ്പോൺസിബിലിറ്റിയോടുകൂടെ ചെയ്യും. മൂത്തവര് താഴെയുള്ളവരെ നോക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും എല്ലാം അവരെ കെയർ ചെയ്യണ കാര്യത്തിലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ കാര്യത്തിലും എല്ലാത്തിലും ഒരു സ്വന്തമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ കുറേ കുട്ടികളാവുമ്പം നമ്മുടെ ഫാമിലിയുടെ ഉള്ളിൽ പ്രശ്നങ്ങളും പുറത്തായാലും ചിലപ്പോൾ കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നാട്ടുകാരായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു 3 കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെയും മുഖം ചുളിഞ്ഞു തുടങ്ങും. 4ാമത്തെ തൊട്ട് ഈവൻ വീടിന്റെ ഉള്ളിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും ഇങ്ങനെ മുഖം ചുളിഞ്ഞു തുടങ്ങും 4ാമത്തെ തൊട്ട്. പിന്നെ നമുക്ക് നമ്മൾ എന്ത് തീരുമാനം എടുക്കണം, പല കാര്യങ്ങളും തീരുമാനം എടുക്കുന്നതും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പക്ഷെ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ വന്നപ്പം എല്ലാവരും ഒരുമിച്ച് കോവിഡ് വന്ന് കിടന്നപ്പോഴും പിന്നെ വെള്ളപ്പൊക്കം വന്ന് ഇതിനെല്ലാം ഇപ്പോൾ എവിടെ പോവാണെങ്കിലും നമുക്ക് കൂടുതൽ കുട്ടികളുള്ളതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്ന് വയ്ക്കുകയും അവിടെ ഒരു ആൾക്കാർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 6 പേർക്ക് മുകളിൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓൺലൈനിൽ. മറ്റോണം പോവാണെങ്കിൽ പറ്റും, പക്ഷെ ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഫാമിലി ഇൻഷുറൻസ് എടുക്കുമ്പോൾ 3 കുട്ടികൾ വരെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ ഒരു ഫാമിലിക്ക്. ഹസ്ബൻഡ് വൈഫ് 3 കുട്ടികൾ വരെ. അങ്ങനെ പലയിടങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 6 കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പം ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ വിവാഹം കഴിയണ ഫോൺ തരാൻ പറ്റില്ല. കൂടുതൽ കുട്ടികൾ ഉണ്ടാവണോണ്ട് നമ്മള് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കരിയർ ആയാലും എല്ലാം ഈ കുഞ്ഞുങ്ങള് കൂടുന്നതനുസരിച്ച് ഞങ്ങള് അതിനനുസരിച്ച് ലൈഫിനെ തിരിച്ചുവിടായിരുന്നു. 3ാമത്തെ കുഞ്ഞു വരെ ഞങ്ങൾ ഗൾഫിൽ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കൂടുതൽ കുഞ്ഞുങ്ങളായാൽ ഞങ്ങൾക്ക് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഇതിൽ തന്നെ
ഞങ്ങൾ തീരുമാനിച്ചു ഒരുമിച്ച് നാട്ടിലേക്ക് വരെ, നാട്ടിൽ സെറ്റിലായി, നാട്ടിൽ വീട് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ പിന്നെ ഒരു എന്ത് ജോലി കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ജിനോ 3ാമത്തെ കുഞ്ഞായ സമയത്താണ് LLBക്ക് ചേരുന്നതും LLB കംപ്ലീറ്റ് ചെയ്യണതും. അപ്പൊ ഇതിനു മുന്നേ വേറെ പ്രൊഫഷൻ ആയിരുന്നു. ചേച്ചി ദുബായിൽ വർക്ക് ചെയ്തിരുന്നു. ഒരു കുട്ടി ജനിച്ചു, അത് കഴിഞ്ഞ് അടുത്ത കുട്ടിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ മൂത്ത കുട്ടിക്ക് വിഷമാവാ, കെയറിങ് കുറഞ്ഞു എന്ന് തോന്നാ, അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അങ്ങനെ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണത് രണ്ടുപേർക്കും കെയർ കൊടുക്കാന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ക്വാളിറ്റി ടൈം ആ കുഞ്ഞിന് തന്നെ ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം, അവർക്ക് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അതെപ്പോഴും കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ബർത്ത്ഡേയുടെ അന്ന് ആ കുട്ടീനെ മാത്രം കൊണ്ട്, അവരെ മാത്രം കൊണ്ട് ഞങ്ങൾ കറങ്ങാൻ പോകും, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതായത് ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവർ യൂണീക്കാണ് എന്ന് അവർക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടാക്കുന്ന വിധത്തിൽ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ സൗദിയിൽ ടോട്ടലി വേറൊരു പ്രൊഫഷനായിരുന്നു. അതിൽ നിന്ന് പിന്നെ 3 കുട്ടികളായിരിക്കുമ്പോൾ തന്നെ LLB പഠിച്ച് വക്കീലായി. അപ്പം ചേച്ചി വിശ്വസിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവം എല്ലാം ക്രമീകരിച്ച് തന്നുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഫേസ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റിയതെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? സത്യമായിട്ട് അതുകൊണ്ട് തന്നെയാണ്, ആ വിശ്വാസം കൊണ്ട് തന്നെയാണ്. സൗദിയിലല്ലായിരുന്നു, ദുബായിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജോലി പോയായിരുന്നു. റിസഷൻ കാരണം ആ സമയത്ത് ഭയങ്കര റിസഷൻ ആയിരുന്നു. അപ്പോൾ പുള്ളി ആകെ എന്താണ് ഇനി മൂവ് ചെയ്യണ്ടേ, പിന്നെ അടുത്ത കുഞ്ഞായി, 3ാമത്തെ കുഞ്ഞിനാവാനായി. ഇപ്പം നമുക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഗ്രിപ്പിനും കുറവായി തുടങ്ങി. അപ്പം എന്ത് മൂവ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത വരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ വിസ കാലാവധി കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്ന് പുള്ളി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ നാട്ടിൽ വന്ന് പോകുന്നത്. അപ്പോൾ പുള്ളി ഈ LLBക്ക് ജോയിൻ ചെയ്തിട്ടാണ് വന്നത്. അല്ല, ഈ 3 കുട്ടികളുള്ളപ്പോൾ തന്നെയല്ലേ ചേട്ടൻ സ്റ്റഡീസും ഒക്കെ കൊണ്ടുപോയത്? അപ്പം അത് ഇച്ചിരി ടഫ് ടൈംസ് ആയിരുന്നുണ്ടാവില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്ക് ഇൻകം ഇല്ല. നാട്ടിലേക്ക് വന്നു, വീട് പണിതുകൊണ്ടിരിക്കുന്നു, ഹോം ലോൺ എടുത്ത് വീട് പണിയുന്നു, അപ്പോഴും ഇൻകം ഇല്ല. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പായത് ഞങ്ങളുടെ ബ്രദേഴ്സ് തന്നെ, ജിനോനെ തന്നെ. ഇപ്പൊ ബ്രദേഴ്സ് തന്നെ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ താമസിക്കുന്നത് ഞങ്ങൾ ഒരു കോമ്പൗണ്ടില്ല, മതിലുകളില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സപ്പോർട്ട് ചെയ്യും. അതുണ്ടായിരുന്നു. GC യൂത്ത് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഇദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹല്ലേലൂയ. എന്തെന്നാൽ ഭാഗ്യവിധയായ അങ്ങയുടെ തിരുവുദരത്തിൽ അവതരിച്ചാൽ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണം. കന്യകാമറിയം ആമോദിച്ചാലും ചേട്ടൻ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് എത്താറ്? എപ്പോഴും, എല്ലാ ദിവസവും? ഞാൻ ദിവസം ഒരു കറക്റ്റ് ടൈമില്ല, ഇല്ല, മിക്കവാറും വൈകാറുണ്ട്. കാരണം ഈ ഒരു ഫീൽഡ് അങ്ങനെയാണ്. കാരണം ഒരു സമയം നിശ്ചയിച്ച് ജോലി ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ല. ഓക്കെ. അപ്പം ഞങ്ങൾ ഇത്രയും നേരം ചേച്ചിയായിട്ടൊക്കെ വർത്താനം പറയായിരുന്നു. ഫാമിലിയുടെ കാര്യങ്ങളും ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ ജസ്റ്റ് ചേട്ടൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിച്ചൊക്കെയായിരുന്നു. അപ്പം 10 പേരടങ്ങുന്ന ഒരു കുടുംബം. അപ്പം അത് കേൾക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ആശങ്കയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച്
6 കുട്ടികൾ, അച്ഛൻ, അമ്മ, അപ്പച്ചൻ, അമ്മച്ചി. അപ്പം ഈ ഒരു ഫാമിലിനെ എങ്ങനെയാണ് നിങ്ങൾ ഫിനാൻഷ്യലി മാനേജ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഫിനാൻസിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ്. കാരണം വീട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഫിനാൻസ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ തുല്യ പങ്കാളിത്തമാണ്. കാരണം ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്നുണ്ട്. കുട്ടികൾ 6 എണ്ണം ഉള്ളത് കൊണ്ട് സമ്പത്തിൻ്റെ ഒരു കുറവ് ഞങ്ങൾക്ക് ദൈവം തോന്നിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഇന്ന് വരെ നടത്തി തന്നിട്ടുണ്ട്. കാരണം 6 മക്കളും ഇപ്പോൾ പഠിക്കുകയാണ്, അവരുടെ എല്ലാ പഠന കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ജോലി ചെയ്ത് ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് വീടിൻ്റെ എല്ലാ ആവശ്യങ്ങളും കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം പരിപാലിക്കുന്നുണ്ട്. ഈ ഒരു ബിഗ് ഫാമിലിയുടെ തുടക്കം തന്നെ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. കാരണം ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും റൂപ്സിക്കാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം 6 കുഞ്ഞുങ്ങൾക്കും ജന്മം നൽകാൻ 6 കുഞ്ഞുങ്ങളെയും ഉദരത്തിൽ വഹിക്കാനായിട്ട് എസ് പറയുന്ന ആൾ റൂപ്സിയാണ്. കാരണം അവരുടെ സമ്മതമാണ് അവരുടെ സമ്മതമാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഒരു പാരന്റിങ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ എങ്ങനെയായിരിക്കണം പാരൻസ്? ഭാര്യയും ഭർത്താവും കൂടിയാണ് ആ മക്കളെ പരിപാലിക്കുന്നത്. അപ്പോൾ 2 പേർക്കും ഈക്വൽ റോളാണ് അതിനകത്തുള്ളത്. മക്കൾ ശരിക്കും നോക്കുന്നത് പാരൻസിനെയാണ്. അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ സംസാരിക്കുന്നു, അപ്പനും അമ്മയും തമ്മിൽ എങ്ങനെ ഇടപഴകുന്നു, അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഏറ്റവും നന്നായി പെരുമാറുക, അവർ മാതൃകയായി മാറുക. കൂടാതെ നമ്മൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വേണം, അവരെ കേൾക്കണം, അവരുടെ കൂടെ നമ്മൾ ആയിരിക്കണം. അപ്പോഴാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ, നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, അവർ നമ്മെ അനുസരിക്കുകയുള്ളൂ. കാരണം അവരുടെ വിഷയങ്ങളിലും അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ മാത്രമാണ് നമുക്ക് അവരിലേക്കുള്ള ആക്സസ് കൂടുക. അപ്പോൾ മാത്രമേ ആ പാരൻറ്റിങ് സക്സസ് ആവുള്ളൂ. കൂടാതെ പ്രാർത്ഥനയിലും എല്ലാം നമ്മൾ മാതൃകയായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അതും അവർ ശ്രദ്ധിക്കും. നമ്മൾ അവരോട് പ്രാർത്ഥിക്കി, പള്ളിയിൽ പോ, ബൈബിൾ വായിക്കി എന്ന് നമ്മൾ പറയുന്നവരാകാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടോ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈഡിലുള്ള ചിന്തകൾ. അപ്പം നമ്മൾ അവരെന്താകണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ നമ്മളായിത്തീരുക ആദ്യം തന്നെ. അപ്പോൾ ആ പാരൻറ്റിങ് സക്സസ് ആവും. നിങ്ങളൊരു ജീസസ് യൂത്ത് ഫാമിലി ആണല്ലോ. അപ്പം ജീസസ് യൂത്ത് എത്രമാത്രം ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ്സ്, കൂടുതൽ കുട്ടികൾ, നല്ല പാരൻറ്റിങ്, ഇതൊക്കെ ജീസസ് യൂത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തോരം മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്? ജീസസ് യൂത്ത് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ജീസസ് യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു കൾച്ചറാണത്, അതൊരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ 2 പേരും ഒരുപാട് വർഷങ്ങളായി ജീസസ് യൂത്തിലുള്ളവരാണ്. അപ്പോൾ ജീസസ് യൂത്തിൻ്റെ ഫെലോഷിപ്പുകളെല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ ജീസസ് യൂത്താണ്. ഒരു ബിഗ് ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നത് ജീസസ് യൂത്ത് ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്. എനിക്കിതിനകത്ത് ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ എൻ്റെ ഭാര്യ പറഞ്ഞ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ പ്രഗ്നൻ്റ് ആയാലും എനിക്ക് കുഴപ്പമില്ല, എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും. കാരണം ആദ്യ നാൾ മുതലേ തന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്കൊരു കുഞ്ഞായിക്കോട്ടെ, ഞാൻ ഗർഭം ധരിച്ചോട്ടെ, അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിരുന്നു, ആക്സെപ്റ്റൻസ്. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഒരു ബിഗ് ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ആ ഒരു തുറവിയും ആക്സെപ്റ്റൻസും ആ ഒരു ആശയം തന്നെ അതിൻ്റെ ഒരു ഫലമണിയുന്നത് ആ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ ഇന്നേ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇവരുടെ കൂടെ ചെലവഴിച്ചു. നിങ്ങൾ കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ അമ്മ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോയത്. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുകയാണെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു കുടുംബത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കാം എന്നുള്ള ഏറ്റവും വലിയ മാതൃകയാണ് അഡ്വക്കേറ്റ് ജിനോ റൂപ്സി ഫാമിലി. സോ നിങ്ങളുടെ ഫാമിലിയിൽ ഇനിയും
ദൈവം ഒരുപാട് മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അപ്പം ലോകം മുഴുവനുള്ള എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ നേരുന്നു. ഇനി നമുക്കൊരു സെൽഫി ഒക്കെ എടുത്താലോ? എല്ലാ പിള്ളേരും ഒന്ന് വിളിച്ചേ. എല്ലാവരും വാ. ജയറോൺ, ജയറസ് എല്ലാവരും ഇല്ലേ? യെസ്. അപ്പൊ സ്മൈൽ. യെസ്.